ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് പൊന്നിയരി, പിന്നെ ഒരു 4 ആപ്പിൾ തക്കാളി. ആപ്പിൾ തക്കാളി അറിയില്ലേ, ഒട്ടും പുളിയില്ലാത്ത നല്ല കളറുള്ള നല്ല ഫ്ലഷി ആയിട്ടുള്ള തക്കാളി, അതൊരു 4 എണ്ണം. അതിനു വേണ്ടി ഒരു ചെറിയ സവോള മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊന്നിയരി സാധാരണ ചോറ് വെക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്ത് വെക്കാം. തക്കാളി മുറിക്കുമ്പോണ്ടല്ലോ, ഇതിൻ്റെ ഈ ഭാഗമില്ലേ ഇവിടെ, ഇത് മുറിച്ച് കളയണം കേട്ടോ. ഇത് ഞാൻ എടുക്കുന്നത് നമ്മൾ ഇത് വേഗമില്ല, ഇതുണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചാൽ മതി കേട്ടോ. തീരെ ചെറുതായിട്ട് മുറിക്കണ്ട, ഇത് നല്ലോണം വെന്ത് കുഴയണം. തക്കാളിയുടെ കഷ്ണമൊന്നും ടൊമാറ്റോ റൈസിൽ കിടക്കാൻ പാടില്ല, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വലുതായിട്ട് മുറിക്കുന്നെങ്കിൽ തൊലി എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് നോക്കാം കേട്ടോ. തക്കാളി, സവോള, പച്ചമുളക്, മല്ലിയില എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മല്ലിയില എടുക്കുമ്പോൾ വലിയ തണ്ടില്ലേ, അതൊന്ന് കളഞ്ഞിട്ട് ചെറിയ തണ്ടും അതിൻ്റെ ഇലയും മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ അത് ചോറ് കടിക്കുമ്പോൾ കട്ടിയുള്ള തണ്ട് നമുക്ക് വായിൽ കടിക്കും. കുക്കറിലല്ല കേട്ടോ ഞാൻ അരി ഇട്ടത്, ഇങ്ങനെ തന്നെ ഇട്ടത്. അപ്പോൾ കുക്കറിലിടുകയാണെങ്കിൽ അതിനൊരു പശപ്പ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ സാധാരണ ചോറ് വെക്കുന്ന വെന്തതിന് ശേഷം, പൊന്നിയരിയല്ലേ പെട്ടെന്ന് വേകും. വെന്തതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്കെടുക്കും. ഒരുപാട് കുഴഞ്ഞു പോലെ ചോറ് വെന്ത് കിട്ടോ. നമുക്കിനി ഇത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കാം. ചോറ് ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ ചൂടായി ഇതിലേക്ക് നമുക്കൊരു 50 ml കടലയെണ്ണ. കടലയെണ്ണ എന്ന് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ, കടലയെണ്ണ തന്നെ ഒഴിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ടൊമാറ്റോ റൈസിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനും ആദ്യമൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ടേസ്റ്റ് അങ്ങോട്ട് വരുന്നില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടു ചെയ്യേണ്ട പോലെയൊക്കെ ചെയ്തു, പക്ഷേ ടേസ്റ്റ് വരുന്നില്ല. പിന്നെ മനസ്സിലായത് കടലെണ്ണയാണ്. അപ്പം നിങ്ങൾ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കടലെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഈ കടലപ്പരിപ്പിൻ്റെ കളർ ഒത്തിരി മാറല്ലോ കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് സവോള, പച്ചമുളക്, ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, എരിവില്ലാത്തതാണ്. ആ പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവുള്ളൂ. കാശ്മീരി ആകുമ്പം നമുക്ക് നല്ലൊരു കളറും കിട്ടും റൈസിന്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെണ്ണയ്ക്കകത്തുനിന്ന് ഫ്രൈ ആയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കരുത്, നല്ലോണം വെന്ത് അലിഞ്ഞു പോകണം ഇതിൻ്റെ അകത്ത്. അതിന് ശേഷം മാത്രമേ ചോറ് ഇടാവുള്ളൂ. തക്കാളി ഇങ്ങനെ തന്നെ കിടന്നാൽ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. തക്കാളി വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അത് നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തക്കാളി ഒന്ന് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചോറിനകത്ത് ഉപ്പില്ല, അതുകൊണ്ട് ഇത്തിരി ഉപ്പ് കൂടുതൽ, തക്കാളിക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പും കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടണം. ഇത് നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയില്ലേ, അപ്പോൾ ഇടണ്ടായിരുന്നു കേട്ടോ, മറന്നുപോയി. ഇതിൻ്റെ പച്ച മണമൊക്കെ പോകണം, നല്ലോണം ഒന്ന്
എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ആവണം. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം തക്കാളി വേകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പോഴല്ലേ ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറട്ടെ, അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ മണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ടൊമാറ്റോ നല്ലോണം വേകില്ല അത്. ഇനി ടൊമാറ്റോ നല്ലോണം ഒന്ന് വേകണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നല്ലോണം കുഴഞ്ഞു വരുന്നുണ്ട്. ഇനി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ. തക്കാളി വേകാത്ത കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇങ്ങനെ പതുക്കെ, തൊലി കേട്ടോ കിടക്കുന്നതൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട്, ഉപ്പൊക്കെ കറക്റ്റായത്, ഇതിനുള്ള ഉപ്പ് കറക്റ്റാണ്. ചോറിന് ഉപ്പില്ലാത്തത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വെന്ത് കുഴഞ്ഞു കേട്ടോ തക്കാളിയൊക്കെ. ഇങ്ങനെ കിടക്കുന്നതൊക്കെ ഇതിൻ്റെ തൊലിയാണ് ഉണ്ടോ. ഇപ്പം നമ്മുടെ ചോറ് മിക്സ് ചെയ്യാനുള്ള സമയമായി. ഈ കുറച്ച് വെച്ചിട്ട് ചോറിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ടൊമാറ്റോ റൈസ് ബാസ്മതി റൈസിൽ ചെയ്തു, ബിരിയാണി റൈസിൽ ചെയ്തു, പച്ചരിയിൽ ചെയ്തു, അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത് ഈ പൊന്നി അരിയിൽ കടല എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറും കൂടി അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നല്ലോണം വെന്ത് കുഴയുമ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ മേലെ തെളിഞ്ഞു വരും. അതാണ് അതിൻ്റെ ഒരു പരുവം. പിന്നെ അങ്ങനെ എണ്ണ വരുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് തക്കാളി വെന്തിട്ടും വരുന്നില്ലെങ്കിൽ എണ്ണ ഒഴിച്ചത് കുറവായിരിക്കും. അപ്പോൾ ഇത്തിരി കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുത്തിട്ട് വേണം ചോറിലേക്ക് മിക്സ് ചെയ്യാൻ. ഈ ടൊമാറ്റോ റൈസ് ഉണ്ടല്ലോ, ഒരു കറിയും വേണ്ട, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും കറി വേണമെന്നുള്ളവർക്ക് ഇത്തിരി അച്ചാറൊക്കെ തൊട്ട് കൂട്ടിയിട്ട് കഴിക്കാം.